Okay, dear students, we can continue our class. ഇനി ടി ടെസ്റ്റ്. അപ്പോൾ ടി ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഹൈപ്പോസിസ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്സ് എഴുതി വെക്കുക. എന്നിട്ട് ടി ടെസ്റ്റ് എന്നുള്ള നമ്മൾ സെലക്ട് ദ അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്നുള്ള അവിടെയാണ് നമ്മൾ ടി ടെസ്റ്റ് സെലക്ട് ചെയ്യണം. ഇനി ടി ടെസ്റ്റ് ആ സ്റ്റെപ്സ് എഴുതിയിട്ട് ടി ടെസ്റ്റ് എന്നുള്ള സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് ടി ടെസ്റ്റ്, ഇക്വേഷൻ എന്താണെന്നൊക്കെ എഴുതുക. ഓക്കെ. അപ്പോൾ ടെസ്റ്റ് ഇഫ് സെഡ് ഐ ഒരു വേരിയബിൾ ആണ്. ഇഫ് സെഡ് ഐ ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് നോർമൽ വേരിയബിൾ അസ്യൂം ചെയ്യാണ്. സെഡ് ഐ ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് നോർമൽ വേരിയബിൾ, അതൊരു നോർമൽ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് അസ്യൂം ചെയ്യണം. അങ്ങനെയെങ്കിൽ സെഡ് ഐ ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് നോർമൽ വേരിയബിൾ, that is variable is the values of that variable is normally distributed, that is standardized normal variable എന്ന് പറയുന്നത്. അപ്പോൾ that is zi is distributed with normally distributed, zi is normally distributed with mean is equal to 0 and variance is equal to 1. Okay. അപ്പോൾ and another variable z2, അത് z1 ആണ്, zi അല്ല, z1 is an independent variable. z2 is an independent variable that follow chi-square distribution. Okay, chi-square distribution with v degrees of freedom. അവിടെ v ആണ്, degrees of freedom. Okay, freedom. Then the quantity of t defined as t is equal to z1 divided by root z2 divided by v, which is equal to z1 into root v divided by root z2, which follows student t distribution with v degrees of freedom. v ആണ്, v degrees of freedom with v degrees of freedom. Okay, this is about the t test. അപ്പോൾ t test എന്ന് പറയുന്നത് എന്താണ്? if z1 is a standardized normal variable, okay, normal variable, that is z1 is normally distributed with mean is equal to 0 and variance is equal to 1, and another variable z2 is an independent variable that follow chi-square distribution. Independent variable z2 ആയിട്ടാണ് നമ്മളിവിടെ പരിഗണിച്ചത്. അത് എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? chi-square distribution with അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? വിത്ത് v degrees of freedom. Then student distribution can be write as, and student is t is defined as t is equal to z1 divided by root z2 divided by v എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ which can also write as z1 into root v divided by root z2. Okay, which follow student t distribution with v degrees of freedom. Okay, അപ്പോൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ
എൻ മൈനസ് വൺ അല്ലെങ്കിൽ n-1 അല്ലെങ്കിൽ n-2, n എന്ന് പറയുന്നത് n-3 അല്ലെങ്കിൽ n-k എന്ന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. n-k എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, k എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. y is equal to β1 plus β2 xi plus ui എന്നുള്ള റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ റിഗ്രഷനിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എങ്കിൽ നമ്മൾ β2 എന്ന് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ആ നമ്പർ ഓഫ് പാരാമീറ്റർ അവിടെ 1 ആയിരിക്കും. അപ്പോൾ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദാറ്റ് ഈസ് n മൈനസ് നമ്പർ ഓഫ് പാരാമീറ്റർ, ഒബ്സർവേഷൻ മൈനസ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഈസ് കാൾഡ് എന്ത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ക്ലിയർ ആണോ? ദിസ് ഈസ് അബൌട്ട് ദി സ്റ്റുഡൻറ് ടി ടെസ്റ്റ്. ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റുഡൻറ് ടി ടെസ്റ്റ്? What are the properties of student t-test? Properties of student t-test. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the student distribution like the normal distribution is a symmetrical. It is a symmetrical distribution. Symmetrical about symmetrical. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിമ്മട്രി, സ്റ്റുഡൻറ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിമ്മട്രിക്കൽ ആയിരിക്കും. ബട്ട് ഫ്ലാറ്റർ than normal distribution. Okay. Flatter than normal distribution. But അപ്പോൾ സ്റ്റുഡൻറ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമ്മട്രിക്കൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പോലെ തന്നെ ഒരു സിമ്മട്രിക്കലാണ്, ബട്ട് ഫ്ലാറ്റർ ദാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഫ്ലാറ്ററാണ്, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. എന്താണ്? ഇഫ് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ബിക്കം ലാർജർ, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ എന്താണ്, ടി ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ്സ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 0, നിങ്ങളുടെ ഒബ്സർവേഷൻ n ഗ്രേറ്റർ ദാൻ 30. ഓക്കെ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ നിങ്ങളടുത്ത സാമ്പിൾ ഉണ്ടല്ലോ, സാമ്പിൾ സൈസ്, നിങ്ങളുടെ സ്റ്റഡിയിലെ സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ എന്തായിരിക്കും, പിന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇസ് ഈക്വൽ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നോർമലും ടിയും അപ്പോൾ ഫ്ലാറ്റർ ആവില്ല, അത് സെയിം സിമ്മട്രിക്കലായിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ, ഇഫ് സാമ്പിൾ സൈസ് ഇൻക്രീസസ്, അപ്പോൾ ബോത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടി ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ കൂടെ, ഒരു പ്രോപ്പർട്ടി കൂടെ ഇതിനുണ്ട്. അപ്പോൾ ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 30, ടി ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ് ടു ദി normal distribution. But this is a first important property. Second, the mean of t distribution is 0. ഈ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇപ്പോൾ ഏതെങ്കിലും വേരിയബിളിൻ്റെ ടി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് വേരിയൻസ് v ഡിവൈഡഡ് ബൈ v -2 ആയിരിക്കും. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നത്
വി ഡിവൈഡഡ് ബൈ വി മൈനസ് ടു. ഓക്കെ, ഹെൻസ് അതുകൊണ്ട് എന്താണ് ഹെൻസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ വേരിയൻസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഹെൻസ് variance is always greater than 1. അപ്പോൾ the mean of t distribution is 0 and variance can be write as v divided by v minus 2. Okay. അതുകൊണ്ട് എന്തായിരിക്കും വേരിയൻസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ മീൻ 0, വേരിയൻസ് 1 ആയിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ മീൻ ഈസ് 0 ആൻഡ് വേരിയൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 1. വേരിയൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മീൻ 0, വേരിയൻസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ. തേർഡ്, the range of t value, the range of t values is minus infinity. T values is greater than minus infinity, less than plus infinity. This is the range of t value. Okay, but the range of t values is t greater than minus infinity and less than plus infinity. Okay, but these are the important properties of t. Any F distribution. If two variables z1 and z2 are independently distributed, chi-square variables with v1 and v2 degrees of freedom, then f statistic is f is equal to z1 divided by v1 divided by z2 divided by v2, which follow f distribution with v1 and v2 degrees of freedom. Okay, അപ്പോൾ ഇതാണ് എഫ് ടെസ്റ്റ്. ഇഫ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഏതൊക്കെയാണ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്? ഒന്ന് z1 ആൻഡ് z2, രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ, ആർ ഇൻഡിപെൻഡൻ്റ്ലി രണ്ട് വേരിയബിൾസ് z1 ആൻഡ് z2.
ദേ ആർ ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, രണ്ടും പരസ്പരം ബന്ധമല്ല, ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രണ്ട് വേരിയബിൾസ്. ഓക്കെ, ആൻഡ് ഫോളോവേഡ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അവരെന്താണ്, രണ്ടും കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് V1 ആൻഡ് V2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അവരുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം V1 ഉം V2 ആണ്. അങ്ങനെയെങ്കിൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് വേരിയബിൾ ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സെക്കൻഡ് വേരിയബിൾ divided by the degrees of freedom. അപ്പോൾ that is Z1 divided by V1 divided by Z2 divided by V2. Very simple. Which follow F distribution with V1 and V2 degrees of freedom. Okay. അപ്പോൾ this ratio is also termed as, ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് റേഷ്യോ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് വേരിയൻസ്. ടു ഇൻഡിപെൻഡൻറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് വേരിയൻസസ്. ഓക്കെ, അപ്പോൾ ദിസ് റേഷ്യോ, അപ്പോൾ ഇതിന് മറ്റൊരു പേരാണ് എന്താണ്, റേഷ്യോ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ എഫ് അപ്പോൾ ഇതാണ് അബൌട്ട് ദിസ് ഈസ് അബൌട്ട് ദ എഫ് ടെസ്റ്റ്. അപ്പോൾ ഈ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദെൻ വി ക്യാൻ ടെസ്റ്റ് ഈക്വാളിറ്റി ഓഫ് ദീസ് എസ്റ്റിമേറ്റ്സ്. വി ക്യാൻ ടെസ്റ്റ് ദ ഈക്വാളിറ്റി ഓഫ് these estimates. Okay, equality of these estimates. അപ്പോൾ അപ്പോൾ ഈക്വാളിറ്റി ഓഫ് ടു എസ്റ്റിമേറ്റ്, രണ്ട് എസ്റ്റിമേറ്റ്സിൻ്റെ ഈക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് എഫ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എഫ് ടെസ്റ്റ് ക്യാൻ യൂസ് ടു ടെസ്റ്റ് ദി ഈക്വാളിറ്റി ഓഫ് ടു എസ്റ്റിമേറ്റ്. രണ്ട് എസ്റ്റിമേറ്റ്സിൻ്റെ ഈക്വാളിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പിന്നെ നമ്മൾ റിഗ്രഷൻ്റെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എഫ് ടെസ്റ്റിൽ നിന്നും നമുക്ക് വേരിയൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വേരിയൻസ് റേഷ്യോ നമുക്ക് രണ്ട് എസ്റ്റിമേറ്റ്സ് തമ്മിലുള്ള വേരിയൻസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ? F is equal to sigma 1 square divided by sigma cap 2 square. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റത്തെ രണ്ടും ക്യാപ്പാണ്. സിഗ്മ 1 ക്യാപ്പ്, താഴെ സിഗ്മ ക്യാപ്പ് 2. ഓക്കെ, സിഗ്മ ക്യാപ്പ് 1 സ്ക്വയർ, സിഗ്മ ക്യാപ്പ് 2 സ്ക്വയർ. ഇത് Z1 സീരീസിൻ്റെ സിഗ്മ വേരിയൻസ് ആണ്. ഓക്കെ, വേരിയൻസ് സ്ക്വയർ, ഓക്കെ, സിഗ്മ സ്ക്വയർ ആണ്. ഇത് Z2 സീരീസിൻ്റെ സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് വേരിയൻസ്, രണ്ടിൻ്റെ വേരിയൻസിൻ്റെ റേഷ്യോ കണ്ടാൽ നമുക്ക് വേരിയൻസ് റേഷ്യോ കിട്ടും. ആദ്യ സീരീസിൻ്റെ വേരിയൻസ് കാണാം, രണ്ടാമത്തെ സീരീസിൻ്റെ വേരിയൻസ് കാണാം, എന്നിട്ട് അതിന് റേഷ്യോയിൽ എഴുതിയാൽ മതി. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി what are the properties of എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്?
the value of f stat 6 is always positive. ഒന്ന് എഫിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എഫ് വാല്യൂ, അപ്പോൾ എഫ് സ്റ്റാറ്റ് 6ൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് f is greater than or is equal to 0 or less than or is equal to plus infinity. This is the first property. F distribution is just like the chi-square distribution. Okay, is also skewed. F distribution is skewed to the right. F distribution is skewed to the right. This is another. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ദ chi-square ഡിസ്ട്രിബ്യൂഷൻ, സ്ക്യൂഡ് ടു ദി റൈറ്റ്, റൈറ്റിലേക്ക് സ്ക്യൂഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി, the mean value of f distribution, the mean value of f distribution is v1 divided by v2 minus 2. അപ്പോൾ mean value of f distribution is v1 divided by v2 minus 2. ഓക്കെ, v1 നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, v2 നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ഫസ്റ്റ് വേരിയബിൾ ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് സെക്കൻഡ് വേരിയബിൾ മൈനസ് 2. അതാണ് മീൻ വാല്യൂ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നെറ്റിനൊക്കെ ചോദിക്കുന്ന കുട്ടികളെ. ആൻഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു, വേരിയൻസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, വേരിയൻസ് എങ്ങനെ എഴുതാം? 2v2 സ്ക്വയർ ഇൻറ്റു v1 പ്ലസ് v2 മൈനസ് 2 divided by v1 into v2 minus 2 square v2 minus 4. ഓക്കെ, അപ്പോൾ ഇതാണ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറയുന്നത് 2v2 സ്ക്വയർ ഇൻറ്റു v1 പ്ലസ് v2 മൈനസ് 2 divided by v1 into v2 minus 2 whole square into v2 minus 4. Okay. But these are the important properties of F distribution. Okay, thank you dear students. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ വെച്ചാൽ ഇനി ഫിസിക്കലി ഫിറ്റ് ആയിരുന്നില്ല, അപ്പോൾ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ അഡീഷണൽ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും. സോറി. ഓക്കെ, നല്ല ജലദോഷമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.